നമസ്കാരം. അബുദാബി മുസഫയിലെ തെരുവോരത്ത് രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവാവിന് ഇനി സാന്ത്വനത്തിന്റെ ദിനങ്ങൾ. മലപ്പുറം ചങ്ങരകുളം സ്വദേശിയായ 34-കാരന്റെ ദുരിത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ഷംസീർ വയലിൻ ബർജീൽ ഗ്രൂപ്പിന് കീഴിലുള്ള LLH ആശുപത്രിയിൽ യുവാവിന്റെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്തു. മുസഫ ഷാബിയ 9-ലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ശരീരത്തെ തളർത്തിയ രോഗവുമായി സിമന്റ് സ്ലാബിൽ അന്തിയുറങ്ങേണ്ടി വന്ന ഇദ്ദേഹത്തിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളുടെ പുറംലോകം അറിഞ്ഞത്. ഇതേ തുടർന്ന് അധികൃതർ ഉടനടി ഇടപെടുകയായിരുന്നു. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് പുറമെ രോഗമുക്തിക്ക് ശേഷം സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യവും സുമനസുകളുടെ സഹായത്തോടെ ഇപ്പോൾ ഉറപ്പാക്കി. ദുരിതക്കയത്തിലായിരുന്ന പ്രവാസി യുവാവിന് താങ്ങായി മാറിയ ബർജീൽ ഗ്രൂപ്പിന്റെ മറ്റു സുമനസുകളുടെ നടപടി പ്രവാസ സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. 14 വർഷമായി പ്രവാസ ലോകത്തുള്ള യുവാവ് ഡെലിവറി ബോയിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് എക്സീമ എന്ന ചർമ്മരോഗം പിടിപെട്ടത്. അസുഖം മൂർച്ഛിച്ചതോടെ ഷൂസ് ധരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വരികയും ഉപഭോക്താക്കളുടെ പരാതിയെ തുടർന്ന് ജോലി നഷ്ടമാവുകയുമായിരുന്നു. വരുമാനം നിലച്ചതോടെ താമസിച്ചിരുന്ന ഇടത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഇദ്ദേഹം കഴിഞ്ഞ 2.5 മാസമായി മുസഫ ഷാബിയ 9-ലെ തെരുവിലാണ് അഭയം തേടിയത്. പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ കഴിഞ്ഞത് രോഗം വഷളാകുവാൻ കാരണമായി. LLH ആശുപത്രി അധികൃതർ ഉടൻ തന്നെ ഇവരുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിദഗ്ധ ചർമ്മരോഗ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചികിത്സയുടെ മുഴുവൻ ചെലവും ആശുപത്രി അധികൃതർ വഹിക്കും. നിലവിൽ പകർച്ചവ്യാധി അല്ലെങ്കിലും രോഗം പൂർണ്ണമായി ഭേദമാകാൻ ശുചിത്വമുള്ള മുറിയിൽ വിശ്രമം അത്യാവശ്യമാണെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശമാണ് ഇപ്പോൾ സന്മനസ്സുള്ള ചിലരുടെ സഹായം മൂലം താമസ സൗകര്യം ഒരുക്കുന്നതിലേക്ക് നടപ്പിലാക്കുന്നത്. യുവാവ് കഴിഞ്ഞ ദിവസം രാത്രി അവിടെയായിരുന്നു കഴിഞ്ഞതും. കൂടാതെ 3 നേരം ഭക്ഷണം എത്തിക്കാനുള്ള സൗകര്യവും സുമനസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ സഹോദരിമാരുടെ വിവാഹവും പഠനവും സ്വപ്നം കണ്ടിരുന്ന ഈ യുവാവിന് അസുഖം വലിയൊരു തിരിച്ചടിയാവുകയായിരുന്നു. താമസ സ്ഥലത്തെ വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട 6800 ദിർഹത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർത്താൽ മാത്രമേ യുവാവിന് തന്റെ പാസ്പോർട്ട് തിരികെ ലഭിക്കുകയുള്ളൂ. ആരോഗ്യനില മെച്ചപ്പെടുന്നതോടെ ജോലിയിൽ തിരികെ പ്രവേശിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ. പ്രവാസ ലോകത്തെ ഒറ്റപ്പെട്ട കറുത്ത അധ്യായങ്ങളിൽ ഒന്നായി മാറുന്ന ഈ ജീവിതം മലയാളികളുടെ കൂട്ടായ ഇടപെടലിലൂടെ പ്രത്യാശയുടെ വെളിച്ചത്തിലേക്കാണ് മടങ്ങുന്നത്. കഴിഞ്ഞ 14 വർഷത്തോളമായി UAE-യിലുള്ള ഇദ്ദേഹം അബുദാബിയിലെ ഒരു റെസ്റ്റോറന്റിൽ ഡെലിവറി ബോയിയായിരുന്നു. പിന്നീട് അബുദാബി മുസഫ വ്യവസായ മേഖലയിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു. കാലിലെ ചർമ്മത്തിൽ നേരത്തെ അസുഖം ബാധിച്ചിരുന്നുവെങ്കിലും എക്സീമ എന്ന അസുഖമാണ് അതെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. ഈ രോഗം കാരണം യുവാവിന് ഷൂസ് ധരിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് കാലിന്റെ രോഗാവസ്ഥ കാണുന്ന ഉപഭോക്താക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുവാൻ റെസ്റ്റോറന്റ് അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് താമസിച്ചിരുന്ന ബാച്ചിലേഴ്സ് ഫ്ളാറ്റിലെ ബെഡ് സ്പേസിൽ കുറച്ചുകാലം കഴിഞ്ഞു. ഒടുവിൽ വാടക കൊടുക്കാൻ വഴിയില്ലാത്തതിനാലാണ് അവിടെ നിന്ന് പുറത്തായത്. വേറെ വഴിയില്ലാത്തതിനാൽ യുവാവ് തെരുവിൽ തന്നെ അഭയം തേടുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷാബിയ 9-ലെ സഫീർ മാളിന് പുറകുവശത്തെ സ്ലാബിലായിരുന്നു അന്തി ഉറങ്ങിയതും. ദുരിത ജീവിതം കാണുന്ന ആരെങ്കിലും ഭക്ഷണം വാങ്ങി നൽകും. പക്ഷേ രാത്രി അന്തി ഉറങ്ങാനുള്ള ഒരിടം നൽകാനോ ചികിത്സാ സഹായം നൽകാനോ മലയാളി സംഘടനകളിൽ പലരും മുന്നോട്ട് വന്നിരുന്നില്ല. ഈ വാർത്തയിലൂടെ യുവാവിന്റെ ദുരിതാവസ്ഥ അറിഞ്ഞതോടെയാണ് സഹായഹസ്തങ്ങളും എത്തിത്തുടങ്ങിയത്. പ്രവാസ ലോകത്തെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മലയാളിക്ക് സുമനസ്സുകളുടെ ഈ കരുതൽ വലിയൊരു അതിജീവനമാണ് പകരുന്നത്. രോഗവും ദുരിതവും തളർത്തിയ യുവാവ് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.